പല ദേശസാൽകൃത റൂട്ടുകളിലും സ്വകാര്യ ബസ്സുകളെ അനുവദിക്കുകയും പിന്നീട് സ്വകാര്യ ബസ്സുകൾ തിരുവനന്തപുരം നഗരം ഉൾപ്പെടെ അതിൻ്റെ ഒരു ബലിയാടാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ചില മേഖലകളിൽ നിന്ന് KSRTC പിൻവാങ്ങി, ലാഭകരമായ മേഖലകളിൽ നിന്ന് പിൻവാങ്ങി നഷ്ടമുള്ള സർവീസുകൾ മാത്രമായി ഓടിക്കുന്നൊരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. ആളുകൾ എത്ര കുറഞ്ഞാലും, പാസഞ്ചേഴ്സ് എത്ര കുറഞ്ഞാലും, റൂട്ട് എത്ര നഷ്ടമായാലും നമുക്ക് ശമ്പളം കിട്ടും. സ്വകാര്യ മേഖലയ്ക്ക് കുത്തകയാർന്ന റൂട്ടുകളിൽ KSRTC വെച്ച് അവരുമായി മത്സരിച്ച് ഞാൻ ആ മത്സരത്തിൽ KSRTC തൊഴിലാളികൾ ആത്മാർത്ഥമായി പങ്കെടുത്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തൊഴിലാളി നേതാക്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇൻസ്പെക്ഷൻ കൃത്യമായിട്ട് നടത്തിയാൽ ഞാൻ പറഞ്ഞു ഇവിടെയുള്ള കുറേ ഇൻസ്പെക്ടർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സിറ്റിക്കകത്തുള്ള സർവീസുകളൊന്ന് നന്നായിട്ട് ഒരു പരിശോധന നടത്താൻ തയ്യാറായാൽ ഇറങ്ങി വരുന്നവരെ ടിക്കറ്റ് വാങ്ങിച്ചാൽ മതി. അങ്ങനെ വാങ്ങിച്ചാൽ ഞാൻ പറയാം പിന്നിലുള്ളവർക്കൊക്കെ ടിക്കറ്റും ഉണ്ട്, മുമ്പിൽ നിൽക്കുന്നവർക്ക് ടിക്കറ്റും ഇല്ല. ഒരു നിസ്സാരമായ കാര്യം പറയാം. ഇതിനിപ്പോൾ MBA പാസ്സാവുമെന്നും വേണ്ടല്ലോ ഈ മാനേജ്മെൻറ്റ് നോക്കാൻ. അതുപോലെ നിരവധി സർവീസുകളുണ്ട്. ഒരേ സമയത്ത് ഒരേ റൂട്ടിലേക്ക് ഒരു 4-5 സർവീസുകൾ പോകുന്നു. അത് നോക്കൊന്ന് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഞാനിരുന്ന കാലത്താണ് തൊഴിലാളി സംഘടന ആദ്യമായി രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിന്നത്. എൻ്റെ അഭിപ്രായത്തിൽ KSRTC എന്നല്ല ഏത് സ്ഥാപനത്തിലും 5% ആളുകൾ കുഴപ്പക്കാരുണ്ട്. അവരെ വെച്ചുകൊണ്ട് 95% ആളുകളെയും നമ്മൾ കാണാൻ പാടില്ല. ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ ഓടിക്കുന്ന റെക്ലെസ് ഡ്രൈവിംഗ് ഒരിക്കലും KSRTC ഡ്രൈവർക്ക് പറ്റില്ല. പിന്നെ 16 കോടി രൂപ ഒരു മാസം നഷ്ടമുണ്ടാക്കിയിട്ട് 22 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഇറങ്ങുമ്പോൾ അവിടുത്തെ നഷ്ടം ഏതാണ്ട് 7 കോടി വരെ കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. ശരി, ഇനി ഇപ്പോഴത്തെ പ്രധാന പ്രശ്നത്തിലേക്ക് വരാം. ഇപ്പോൾ ഡീസലാണ് പ്രധാന വില്ലൻ. ഒരുപക്ഷെ 20 കോടി രൂപയോളം ഒരു മാസത്തിൽ അധിക ബാധ്യത KSRTCക്ക് ഉണ്ടാക്കിയത് ഈ ഡീസലാണ്. ഒന്ന് അയൽപ്പക്കത്തേക്ക് നോക്കിയാൽ എങ്ങനെയാണ് തമിഴ്നാട്ടിൽ ഈ പ്രശ്നത്തെ പരിഹരിച്ചത്? ഡീസലിന്റെ ഇരട്ട വിലയെ തുടർന്ന് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ബസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ തങ്ങളുടെ അധിക സാമ്പത്തിക ബാധ്യത യാത്രക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിരക്ക് വർധന ഏർപ്പെടുത്താതെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ് തമിഴ്നാട്ടിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ. ചെന്നൈയിലുള്ള മെട്രോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അടക്കം 7 ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളാണ് തമിഴ്നാട്ടിലുള്ളത്. 20,500ഓളം ബസ്സുകൾ ദിവസേന ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നു. 5.5 കോടി ലിറ്ററാണ് ബസ്സുകളുടെ പ്രതിദിന ഡീസൽ ഉപഭോഗം. സബ്സിഡി ഇല്ലാതെ ഡീസൽ അടിക്കുമ്പോൾ ദിവസേന 2 കോടിയോളം രൂപയുടെ അധിക ബാധ്യത ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് വരുമായിരുന്നു. അതിനെ മറികടക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തിന് പുറമെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് ഡിപ്പോകൾക്ക് അടുത്തുള്ള പെട്രോൾ പമ്പുകളിൽ നിന്ന് ഡീസൽ അടിക്കുക എന്ന തന്ത്രമായിരുന്നു അവർ ആദ്യം സ്വീകരിച്ചത്. അതിനായി ബസ്സുകൾക്ക് ടോക്കൺ നൽകുകയും ചെയ്തു വന്നിരുന്നു. അതിനിടയിൽ തന്നെ തമിഴ്നാട് ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മദ്രാസ് ഹൈക്കോടതിയിൽ എണ്ണ കമ്പനികൾക്കെതിരെ കേസും ഫയൽ ചെയ്തു. സ്വകാര്യ വാഹനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡിയോടുകൂടി ഡീസൽ ലഭിക്കുമ്പോൾ സാധാരണക്കാർ സഞ്ചരിക്കുന്ന പൊതുഗതാഗത സംവിധാനത്തിന് അത് നിഷേധിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നായിരുന്നു തമിഴ്നാട് വാദിച്ചത്. അതിൽ അവർ വിജയം നേടുകയും ചെയ്തു. തമിഴ്നാട്ടുകാരുടെ ആത്യന്തിക ലക്ഷ്യം ഭരിക്കുന്നത് ADMK ആയാലും DMK ആയാലും എങ്ങനെ കാര്യങ്ങൾ നടത്തിക്കാം എന്നതിനാണ്. ഡീസൽ വില ഘട്ടം ഘട്ടമായി വർദ്ധിച്ചപ്പോൾ ഇവിടെ സമരങ്ങൾ ഉണ്ടായില്ല, ബസ് ചാർജ് വർധനവും ഉണ്ടായില്ല. എന്നാൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് എങ്ങനെ ലാഭത്തിലാക്കാമെന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ ചിന്തിച്ചു. അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. 30,000 ബസ്സുകൾ ഓടിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു മുൻ മന്ത്രി എന്ന നിലയ്ക്ക് ഈ ക്രൈസിസ് ഘട്ടത്തിൽ UDF സർക്കാർ എടുത്ത തീരുമാനങ്ങളെ, അത് നടപ്പാക്കിയ രീതിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാനത് വളരെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരാളാണ്. പഞ്ചാബ് സംസ്ഥാനം, രാജസ്ഥാൻ സംസ്ഥാനം, തമിഴ്നാട് അടക്കം പല സംസ്ഥാനങ്ങളിലും സ്വകാര്യ പമ്പുകളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഡീസൽ ശേഖരിക്കാൻ തയ്യാറായപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു നിസ്സംഗത കാട്ടി. ഒരു തീരുമാനമെടുക്കാൻ വൈകി. 18 തീയതി തുടങ്ങിയത് 28 ജനുവരി മാസം 18 ആയിരുന്നു. ജനുവരി മാസം 28 മന്ത്രിസഭ കൂടി ഒരു തീരുമാനമെടുത്തത് എന്താണെന്നറിയാമോ? കേന്ദ്രത്തിലേക്ക് കത്തയക്കാൻ. 10 ദിവസം കഴിഞ്ഞു. ഒരു ദിവസം 4.5 ലക്ഷം ലിറ്ററാണ് ഇവിടെ ആവശ്യം. പക്ഷേ അതേസമയം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ചെയ്തത് കുറഞ്ഞ വിലയ്ക്ക് ഡീസൽ വാങ്ങുക. ഇതിവിടെ നടപ്പിലാക്കിയില്ല. എനിക്ക് വളരെ സങ്കടമുണ്ട്. ഫെബ്രുവരി മാസം 6-ാം തീയതി നിയമസഭയിൽ ഞാൻ അടിയന്തരപ്രമേയം അവതരിപ്പിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞ് വോക്കൗട്ട് നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എഴുന്നേറ്റ് നൽകിയൊരു ഉറപ്പുണ്ട്. ഒരു കാരണവശാലും സ്വകാര്യ ബസ്സുകൾ വാങ്ങുന്നതിനേക്കാൾ അധിക വിലയ്ക്ക് കേരളത്തിലെ KSRTC ഡീസൽ വാങ്ങില്ല, ആ വിലയ്ക്ക് തന്നെ വാങ്ങിയിരിക്കും എന്ന് മുഖ്യമന്ത്രി നിയമസഭ നൽകിയ ഉറപ്പാണ്. പക്ഷേ അതിനുള്ള നടപടികളൊന്നും ഉണ്ടായില്ല. ഇവിടെ ചെയ്തത് സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചു.
മറ്റ് സംസ്ഥാനങ്ങൾ പ്രതിസന്ധി എങ്ങനെ മറികടക്കാമെന്ന് ആലോചിക്കുകയും അക്കാര്യം നടപ്പിലാക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബസ്സുകൾ റൂട്ടുകൾ റദ്ദാക്കുന്ന തിരക്കിലായിരുന്നു. അറ്റകുറ്റപ്പണികൾക്കെന്ന വ്യാജേന ഏറ്റവും പുതിയ ബസ്സുകളാണ് റീജിയണൽ വർക്ക്ഷോപ്പുകളിലെ ആരും കാണാത്ത മൂലകളിലേക്ക് മാറ്റിയിട്ടത്. അറ്റകുറ്റപ്പണികൾക്കായി വർക്ക്ഷോപ്പിലേക്ക് വിട്ട ബസ്സുകൾ ദിവസങ്ങൾക്കകം ഡിപ്പോകളിലെത്തിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെയും ഗതാഗത മന്ത്രിയുടെയും വിശദീകരണം. എന്നാൽ ആഴ്ചകൾക്ക് ശേഷവും സർക്കാരിന് വാക്ക് പാലിക്കാനായില്ലെന്ന് വിവിധ റീജിയണൽ വർക്ക്ഷോപ്പുകളിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. 5 റീജിയണൽ വർക്ക്ഷോപ്പുകളിലായി 139 പുതിയ ബസ്സുകൾ ഇന്ന് പിടിച്ചിട്ടിരിക്കുന്നു. തിരുവനന്തപുരം സെൻട്രലിൽ 37 ബസ്സുകളും മാവേലിക്കരയിൽ 43 ബസ്സുകളും ആലുവയിൽ 36 ബസ്സുകളും പിടിച്ചിട്ടിരിക്കുന്നുവെന്നാണ് ലഭ്യമായ കണക്കുകൾ. ഇടപ്പാളിൽ 13ഉം കോഴിക്കോട് 10 ബസ്സുകൾ ഡിപ്പോകളിലേക്ക് വിടാതെ പിടിച്ചിട്ടിരിക്കുന്നു. പെട്ടെന്ന് ആളുകളുടെ കണ്ണിൽപ്പെടാത്ത വിധം ബസ്സുകൾ ഉള്ളിലേക്ക് മാറ്റിയിടണമെന്ന് റീജിയണൽ വർക്ക്ഷോപ്പുകൾക്ക് വാക്കാൽ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പിടിച്ചിട്ടിരിക്കുന്നവയിൽ 95% പുതിയ ബസ്സുകളാണ് എന്നതിനാൽ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയിട്ടിരിക്കുന്നു എന്ന സർക്കാരിന്റെ വാദം നിലനിൽക്കില്ല. റീജിയണൽ വർക്ക്ഷോപ്പുകളിലുള്ള ബസ്സുകളിൽ കൂടുതലും ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ്. ബസ്സുകൾ പിടിച്ചിട്ടിരിക്കുന്നത് വഴി ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 1.5 ലക്ഷം രൂപയുടെ നഷ്ടമെങ്കിലും KSRTCക്കുണ്ടാകും. മാതൃഭൂമി ചാനലിൽ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ് 193 ബസ്സുകൾ കിട്ടിയിട്ടിരുന്നത്. ഇത് ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭ പറഞ്ഞത് അത് സർവീസ് ഒന്നും റദ്ദ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ അങ്ങ് തന്നെ നിന്നോളൂ എന്ന് മന്ത്രി പറയുക. ഞാനന്ന് പറഞ്ഞു, ഞങ്ങൾ പല ആളുകളും പറഞ്ഞു, ഈ തലവേദന വരുമ്പോൾ ആരും തലവെട്ടി കളയത്തില്ലല്ലോ. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഡൽഹിയിൽ പോയിട്ട് മന്ത്രി വീരപ്പൂവിലെ കാണാൻ പോലും കഴിഞ്ഞില്ല. ഈ വേദന ഉണ്ടാക്കിയൊരു സംഭവമുണ്ട്. ഞാൻ ഇത് നടക്കുന്ന സമയത്ത് KSRTCയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ പുറത്തുനിന്ന് അടിക്കൂ, അത് വലിയ നഷ്ടമല്ലേ, ദിവസം ഒരു ലിറ്ററിന് 12-13 രൂപ കൂടുതൽ കൊടുക്കുന്ന ഭയങ്കര നഷ്ടമല്ലേ എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ 2-3 കാരണങ്ങളാൽ പറ്റത്തില്ല. എന്താണ്? ഒന്ന്, KSRTC ജീവനക്കാർ മോഷണം നടത്തും. പിന്നെ എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം യാത്രക്കാരെ ഇരുത്തിക്കൊണ്ട് പമ്പിൽ കയറി ഡീസൽ അടിക്കാൻ പാടില്ല എന്നൊരു ന്യായം. മൂന്നാമത്തെ ന്യായം എന്ന് പറയുന്നത്, ഇത് ജീവനക്കാർ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഇനി അരമണിക്കൂറോടെ എടുക്കും പിന്നെ പമ്പിൽ പോയി അടിച്ചിട്ട് വന്ന് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. അതിനവർ തയ്യാറാവില്ല. ഇത് 3 ന്യായങ്ങളും എനിക്ക് ദഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പിന്നെ കൂടുതൽ സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞു ഒന്നും ന്യായമായ കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഞാൻ. ശ്രീ ആര്യട മുഹമ്മദ് ഒരു വെറും മന്ത്രി മാത്രമല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ശക്തനായ ഒരു നേതാവ് കൂടിയാണ്. എന്നിട്ടും അദ്ദേഹം വളരെ നിസ്സഹായത പ്രകടിപ്പിക്കുന്നു. 286 ചില്ലറ സംഖ്യ, നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ എത്ര സംഖ്യ കൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും കാലത്ത് ഇത്ര സംഖ്യ കൊടുത്തിരിക്കണോ KSRTCക്ക്? ഞാൻ ഉദ്ദേശിച്ച് വന്നിട്ടില്ല. ഞാൻ ഒരിക്കലും അതുകൊണ്ട് രക്ഷപ്പെടില്ല. പക്ഷേ ഇത് പോരാ, മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നിട്ടില്ല. സർക്കാർ എപ്പോഴും KSRTCയോട് ഒരു ചിറ്റമ്മ നയം, പ്രത്യേകിച്ചും ധനമന്ത്രിമാർ, അങ്ങനെയുണ്ടോ? 2006 ഗവൺമെൻറ് അധികാരം ഏറ്റെടുക്കുമ്പോൾ ഡീസൽ അടിച്ച വകയിൽ 135 കോടി രൂപ കുടിശ്ശികയുണ്ടായിരുന്നു. ആ കുടിശ്ശിക ഉണ്ടായത് 2 കൊല്ലം കൊണ്ടാണ്. ഗണേഷ് കുമാർ ഉണ്ടപ്പോൾ ഉണ്ടായ കുടിശ്ശികയല്ല, അതിനുശേഷം ബാലകൃഷ്ണ സാർ വന്നതിന് ശേഷമുള്ള കുടിശ്ശികയല്ല. അതിനുശേഷമുള്ള 1-2 കൊല്ലത്തിനിടയിൽ 135 കോടി രൂപ KSRTC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് കൊടുക്കാനുണ്ട്. മുഴുവൻ പണവും തോമസ് ഐസക് കൊടുത്ത് തീർത്തത്, KSRTC ഉണ്ടാക്കിയ പൈസ കൊടുത്തതല്ല. എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും അതാത് ദിവസത്തെ ഡീസലിൻ്റെ പണം കൊടുക്കുന്ന ഒരു ഇടപാട്, ഒരു ശൈലി കൊണ്ടുവന്നതും അതിന് ശേഷമാണ്. അത് ഞാൻ കൊണ്ടുവന്നിരുന്നു. ഞാൻ വരുമ്പോൾ 70 കോടി രൂപ ഇന്ത്യൻ ഓയിലും HPക്കുമായിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവൻ ഞാൻ കൊടുത്തു തീർത്തു. എന്നാൽ ദിവസം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് മുമ്പ് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർ ഒരു ലിറ്ററിൻ്റെ പുറത്ത് 70 പൈസ കുറച്ച് തരും. അപ്പോൾ എത്ര ലക്ഷം രൂപ ഒരു ദിവസം ലാഭിക്കുന്നതാണ്. എല്ലാ വൻ കടങ്ങൾ, ലൈലൻഡുകാർ വണ്ടി തരില്ലായിരുന്നു, ടാറ്റക്കാർ വണ്ടി തരില്ലായിരുന്നു, എല്ലാവരും കടമായിരുന്നു. ഇത് മൊത്തം കടങ്ങൾ ഞാൻ തീർത്തിട്ടുണ്ട് അന്നത്തെ കാലത്ത്. ശരിക്കും പറഞ്ഞാണല്ലോ, എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ച 13 രൂപയുടെ നയം മാറ്റാൻ ഏറ്റവും നല്ലത് എല്ലാ സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും പുറത്തുനിന്ന് ഡീസൽ അടിക്കാൻ തുടങ്ങിയാൽ ഇവർ താനെ, കാരണം അവരുടെ ആ ഒരു ലാഭ കച്ചവടം മുതലാവില്ല എന്ന് കാണുമ്പോൾ. പിന്നെ ധനകാര്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു, അത് ശ്രീ തോമസ് ഐസക്കായാലും മാണി സാറായാലും, ഒരു ധനകാര്യമന്ത്രിയുടെ ജോലി എന്ന് പറയുന്നത് KSRTCക്ക് മാത്രം പൈസ കൊടുക്കുക എന്നുള്ളതല്ല, ഒരു സ്റ്റേറ്റിന് ആവശ്യമുള്ള മുഴുവൻ റിസോഴ്സസ്. പക്ഷേ അക്കാര്യത്തിൽ ഒരു പ്രയോറിറ്റി ഉണ്ടാവണം. ഏതിനാണ് നമ്മൾ ആദ്യം പണം കൊടുക്കേണ്ടത്? നിങ്ങൾ ഒന്നിച്ചൊരു ഗവൺമെൻറ്റിൽ ഭരിക്കാൻ ഒരു ഫിനാൻസ് മിനിസ്റ്റർക്ക് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഒരു പ്രയോറിറ്റി വേണമെന്ന് എനിക്ക് അഭിപ്രായം. ഏതിനെല്ലാം പ്രയോറിറ്റി ഇല്ലാതെ ഒരു കാര്യം ചെയ്യരുത്, ഒരു പ്രയോറിറ്റി വേണം. അതെനിക്ക് അഭിപ്രായമുണ്ട്. നമ്മുടെ മുൻഗണനകളിൽ ഈ നാട്ടുകാർക്ക് വേണ്ടി ഓടുന്ന പൊതുമേഖലാ സ്ഥാപനം ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. കാരണം ഗതാഗത വകുപ്പിൻ്റെ തന്നെ കീഴിലുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ ഖജനാവിലേക്ക് വാഹന നികുതി ഇനത്തിൽ വലിയ തുക അർപ്പിക്കുന്ന ഒരു വകുപ്പ്.
ഞാൻ മന്ത്രിയാകുന്ന സമയത്ത് 600 കോടി മാത്രമായിരുന്നു വരുമാനമെങ്കിൽ ഇന്ന് 1500 കോടി രൂപയായിട്ട് മോട്ടോർ വാഹന വകുപ്പിലെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഗതാഗത വകുപ്പിൽ തന്നെ ഒരു ഭാഗത്തുനിന്ന് കിട്ടുന്ന വരുമാനത്തിൽ 1% ഗതാഗത വകുപ്പിൽ തന്നെ ചിലവാക്കാൻ കഴിയണ്ടേ?